عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد القهار الصمد الجبار الصلاة والسلام على النبي المختار وعلى آله وصحبه الأخيار أما بعد. ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സമ്പത്തിന്റെ സമൃദ്ധിയിൽ മനുഷ്യ ഉണ്മയുടെ ലക്ഷ്യപ്രാപ്തിയെ തന്നെ ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ ഇന്നിന്റെ സമൂഹം വ്യതിചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധൂർത്തിൽ നന്മയില്ല, നന്മയിൽ ധൂർത്തുമില്ല എന്ന വിഷയം വളരെ കാലോചിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മിനിങ്ങളെ, ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ഈ ഐഹിക ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ കാഠിന്യമല്ല, മറിച്ച് സമ്പത്ത് കുന്നുകൂടി അത് നിങ്ങളെ നശിപ്പിക്കുമെന്നാണ് എന്റെ ഭയം എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ നാം ഇന്നെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സമ്പത്തിന്റെ പളവളപ്പിൽ ആഘോഷങ്ങളിലും വസ്ത്രങ്ങളിലും ഭക്ഷണങ്ങളിലുമൊക്കെ വലിയ തോതിൽ ധൂർത്തും അമിതവ്യവുമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, എന്താണ് ധൂർത്ത്? ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, അത്തബ്ദീർ വൽ ഇൻഫാഖു ഫീ ഗൈരി ഹഖ്. തിന്മയുടെ മാർഗത്തിൽ അനാവശ്യമായി നാം ചെലവഴിക്കുന്ന നയാ പൈസ പോലും അത് ധൂർത്താണ്. എന്നാൽ നന്മയുടെ മാർഗത്തിൽ നാം എത്ര തന്നെ ചെലവഴിച്ചാലും അതൊരിക്കലും ധൂർത്താവുകയില്ല. അതല്ലേ അല്ലാഹു പറയുന്നത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നന്മയിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണേ, നന്മയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു വരണേ. നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ എത്ര തന്നെ ചെലവഴിച്ചാലും അത് ധൂർത്തല്ല. അതല്ലേ തബൂക്കിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സദഖ ചോദിച്ചപ്പോ തന്റെ സമ്പാദ്യം മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിച്ച അബൂബക്കർ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാ അബ്കൈതലി അഹ്ലിക, അബൂബക്കറെ എന്താണ് നീ നിന്റെ കുടുംബത്തിന് ബാക്കിയാക്കിയത്? അബൂബക്കർ തങ്ങൾ പറയുകയാണ്, അബ്കൈതു ലഹും അല്ലാഹു വറസൂലഹു, അല്ലാഹുവും റസൂലും അല്ലാതെ മറ്റൊന്നും ഞാൻ അവർക്ക് ബാക്കിയാക്കിയിട്ടില്ല. ഇത്രമേൽ നന്മയുടെ മാർഗത്തില് നന്മയുടെ പാതയിലായി ചിലവഴിച്ചവരാ സഹാബാക്കള്. എന്നാൽ നാം ഇന്നെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾ വരുമ്പോ, ഏതെങ്കിലും കല്യാണങ്ങൾ വരുമ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ച് 100 പേർക്ക് 1000 പേരുടെ ഭക്ഷണങ്ങൾ ഒരുക്കി അല്ലാഹുവിനെ മറക്കുന്ന മനുഷ്യ, വലാ തുബദ്ദിർ തബ്ദീറാ, അമിതമായി നിങ്ങൾ ചിലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, അമിതമായി ചിലവഴിക്കുന്നവർ അവർ ശൈത്താന്റെ കൂട്ടുകാരാണ്. ഓരോ 10 നിമിഷത്തിലും വിശപ്പ് കാരണം ഒരു മനുഷ്യൻ മരിച്ചു വീഴുന്ന ലോകമാണിത്. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതമായി കഴിയുന്ന ലോകമാണിത്. ഒട്ടിയ വയറുമായി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഫലസ്തീനിലെ പിഞ്ചോമനകളുടെയും സൊമാലിയയിലെ പൊന്നുമക്കളുടെയും ലോകമാണിത്. അതുകൊണ്ട് മനുഷ്യ, നീ ചിന്തിക്കേണ്ടതുണ്ട്. ബിരിയാണി എന്ന് പറയുന്ന മനോഹരമായ കഥയിലൂടെ സന്തോഷിച്ചിക്കാനം പറഞ്ഞതുപോലെ ബസ്മതി അരി കൊതിച്ച് മണ്ണ് തിന്ന് മരിക്കേണ്ടി വരുന്ന പാവങ്ങളുടെയും ലോകമാണിത്. ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കേവലമായ നമ്മുടെ ഐഹികാനന്ദം എന്നതിലപ്പുറം പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ, ഹൃദയം വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ, നൊമ്പരപ്പെടുന്നവരെ ചേർത്ത് പിടിക്കൽ നമുക്ക് അനിവാര്യമാണല്ലോ. മുഅ്മിനീങ്ങളെ, ഇസ്ലാം വിദഗ്ധത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണല്ലോ. അതല്ലേ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അഫിൽ വുളൂഇ ഇസ്റാഫ്, വുളൂഇൽ ഞങ്ങൾ വിദഗ്ധം പാലിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം വഇൻ കുൻത അലാ നഹരിൻ ജാർ, കുത്തിയൊലിക്കുന്ന നദീമുഖത്താണെങ്കിൽ പോലും നീ അമിതവ്യം കാണിക്കല്ലേ. മുഅ്മിനീങ്ങളെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി ഈ സമ്പത്ത് അത് കേവലം ആഭാസങ്ങൾക്കുള്ളതല്ല. സമ്പത്ത് കൊണ്ട് അത് നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ ചിലവഴിക്കുന്നത് വരെ നമ്മൾ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. അതല്ലേ ഒരു ഉറുദു കവി പാടുന്നത്, ഇസ്റാഫ് കെ ജോ ഹെ ശേദായി ശൈത്താൻ കെ ഹോത്തെ ഹെ ഭായി, पैसों का कमाना आसान है, पैसों का लुटाना मुश्किल है. സമ്പത്ത് നശിപ്പിക്കാൻ വല്ലാത്ത എളുപ്പമാണ്. എന്നാൽ ആ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും.
അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചോര നീരാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ഈ പണം അത് നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.